ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മൈമെൻറ്റർ PSC ആപ്ലിക്കേഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ പഴയ സീരീസായ PSC ബുള്ളറ്റിനുമായിട്ടാണ്. നിങ്ങൾക്ക് നമ്മളെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അറിയാം, ഇടയ്ക്ക് നമ്മൾ ഒന്ന് ഹിസ്റ്ററി പോയായിരുന്നു SCRT, എന്നിട്ട് പോയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ച് PSC ബുള്ളറ്റിലേക്ക് വന്നിരിക്കുകയാണ്. കാരണം അടുത്തിടെ PSC ചോദിക്കുന്ന ചോദ്യപേപ്പറിൽ ഇതിനകത്തുനിന്ന് കൂടുതൽ കറണ്ട് അഫയേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു ടോപ്പിക്കാണ് PSC ബുള്ളറ്റിൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ കൺഫർമേഷനും എക്സാം ഡേറ്റും ഒക്കെ വന്ന സ്ഥിതിക്ക് ഇനിയുള്ളൊരു 2 മാസം നിങ്ങൾ അതിശക്തമായിട്ട് പഠിത്തത്തിലേക്ക് തിരിച്ചു വരുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു 2 മാസം കൊണ്ട് പഠിച്ചാൽ ഇനിയും പ്രിലിംസ് കിട്ടുമോ എന്ന് ഡൗട്ട് അടിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കൂടി പറയാം, നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നോക്കി അതിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പ്രിലിംസ് പാസ്സാവാൻ പറ്റും. അപ്പോൾ ഈ ഒരു 2 മാസം നിങ്ങൾ കൃത്യമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രിലിംസ് പാസ്സാക്കുന്നതിന് വേണ്ടിയിട്ട് മൈമെൻറ്റർ പുതിയ ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ മാർച്ച് 4-ാം തീയതിയാണ് അത് ആരംഭിച്ചത്. വളരെ കുറച്ച് ക്ലാസ്സുകൾ അതിനകത്ത് ആയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടി പഠിക്കാതെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് അതിൻ്റെ എക്സാംസ് ഒക്കെ എഴുതി പുതിയ നോട്ട്സ് അപ്ഡേറ്റഡ് നോട്ട്സ് ഒക്കെ വെച്ച് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ഇതുവരെ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല, അല്ലെ ഇത് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചു തുടങ്ങുക, ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക. അതേപോലെ തന്നെ നമ്മുടെ ക്രാഷ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. ഇനി നമുക്ക് PSC ബുള്ളറ്റിലേക്ക് പോവാം. നോക്കിക്കേ, നമ്മൾ PSC ബുള്ളറ്റിൻ കണ്ടിന്യൂ ചെയ്യാൻ കാരണം എന്താണെന്നുള്ളത് ഈ ഒരു ക്ലാസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ഈ ഒരു എഡിഷനിൽ നിന്ന് മാത്രം PYQ ആയിട്ട്, അതായത് കഴിഞ്ഞ വർഷം തന്നെ വന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഞാനിവിടെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യന് നമ്മൾ ഓൾറെഡി പഠിച്ച ഒരു പോയിൻ്റാണ്. അപ്പോൾ അത് കണ്ടിട്ടുള്ള കൂട്ടുകാർ ഇത് ഒന്ന് കമൻറ്റ് ചെയ്യുക, ഇതിന് ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി മറന്നുപോയി എന്നുള്ളവർ അതൊന്ന് റിഫ്രഷ് ചെയ്യുക. ഇനി കണ്ടിട്ടേ ഇല്ല എന്നുള്ളവർ തീർച്ചയായിട്ടും PSC ബുള്ളറ്റിൻ്റെ സീരീസ് മുഴുവൻ കാണുക. എവിടെ നിന്ന് വേണമെങ്കിലും ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. നോക്കി, 2025 നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യൻ എഴുത്തുകാരി ആരാണെന്നാണ് ചോദ്യം. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മെയ് 1 കറണ്ട് അഫെയറിലെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന പോയിൻറ്റ്സ് തന്നെ പ്രീവിയസ് ആയിട്ട് PSC ചോദിച്ചൊരു ചോദ്യമാണ്. നോക്കി, ഹ്രസ്വ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആരാണെന്നായിരുന്നു പോയിന്റ് ഉണ്ടായിരുന്നത്. അത് JD വാൻസ് ആണ്. പക്ഷേ ക്വസ്റ്റ്യൻ അവർ ചോദിച്ചപ്പോൾ 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ്, ഇങ്ങനെയാണ് ചോദ്യം വന്നത്. നമ്മൾ പോയിന്റ് മാത്രം പഠിച്ചപ്പോൾ അവർ വിത്ത് ഡേറ്റ് നമ്മളെടുത്ത് ചോദിച്ചു. 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആരാണത്? JD വാൻസ് ആണ് അതിന് ഉത്തരം. അപ്പോൾ ഇതൊരു PYQ ക്വസ്റ്റ്യൻ ആണല്ലോ. ഹ്രസ്വ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ അമേരിക്കൻ വൈസ് പ്രസിഡന്റിന്റെ പേരാണ് JD വാൻസ് എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, അടുത്ത പോയിന്റ് നമ്മുടെ 2024 48ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡാണ്. അപ്പം ചിലപ്പോൾ 2024 എന്ന് ചോദിക്കാം, ചിലപ്പം 48 എന്ന് ചോദിക്കാം. അപ്പോൾ നോക്കിക്കേ, 24ന്റെ ഇരട്ടി അല്ലേ 48? അപ്പോൾ അങ്ങനെ ഓർത്തിരിക്കുക. 2024 48ാമതെന്ന് ചോദിച്ചാൽ അത് 2024 ആണെന്നും 2024 ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച 48ാമതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓർത്തിരിക്കുക. അപ്പോൾ 2024 48ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് മികച്ച സിനിമ ഫെമിനിച്ചി ഫാത്തിമയാണ്. മികച്ച സിനിമ ഫെമിനിച്ചി ഫാത്തിമ. മികച്ച സംവിധായക ഇന്ദുലക്ഷ്മി അപ്പുറം എന്നതിനാണ് മികച്ച സംവിധായികയായിട്ട് ആര് തിരഞ്ഞെടുക്കപ്പെട്ടത്? ഇന്ദുലക്ഷ്മി തിരഞ്ഞെടുക്കപ്പെട്ടത്. മികച്ച നടൻ ടൊവിനോ തോമസ്. മികച്ച നടി 2 പേരാണ് ഈ അവാർഡ് ഷെയർ ചെയ്തത്, നസ്രിയ നസീമും റീമ കല്ലിങ്കലും. നോക്കിക്കേ, മികച്ച സിനിമ ഏതാണ് വരുന്നത്? ഫെമിനിച്ചി ഫാത്തിമയാണ്. മികച്ച സംവിധായിക ആരാണ്? ഇന്ദുലക്ഷ്മി അപ്പുറം ആണ് അവർക്ക് അവാർഡ് നേടിക്കൊടുത്തത്. മികച്ച നടൻ ടൊവിനോ തോമസും മികച്ച നടിമാർ 2 പേരുണ്ട്, നസ്രിയ നസീമും റീമ കല്ലിങ്കലും. ഇനി നോക്കി, ചലച്ചിത്ര രത്നം പുരസ്കാരം നേടിയത് വിജയകൃഷ്ണനാണ്. ക്രിട്ടിക്സ് റൂബി ജൂബിലി അവാർഡ് നേടിയത് ജഗദീഷാണ്. മികച്ച പിന്നണി ഗായകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് മധു ബാലകൃഷ്ണനും മികച്ച പിന്നണി ഗായികയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് വൈക്കം വിജയലക്ഷ്മിയാണ്. അപ്പോൾ ഇത്രയും നമുക്കൊരു 8 പോയിന്റ് ജസ്റ്റ് പഠിക്കാനുള്ളൂ. ഇത് ജസ്റ്റ് നോക്കിയിരിക്കാം. മികച്ച സിനിമ ഫെമിനിച്ചി ഫാത്തിമയാണ്, മികച്ച സംവിധായക ഇന്ദുലക്ഷ്മിയാണ്, മികച്ച നടൻ ടൊവിനോ, മികച്ച നടിമാർ 2 പേരുണ്ട്, നസ്രിയ നസീം, റീമ കല്ലിങ്കൽ. ചിലപ്പോൾ ഓപ്ഷനിൽ ഒരു പേരേ ഉണ്ടായിരിക്കുള്ളൂ. ചലച്ചിത്ര രത്നം പുരസ്കാരം നേടിയത് വിജയകൃഷ്ണൻ. അതേപോലെ തന്നെ ക്രിട്ടിക്സ് റൂബി ജൂബിലി അവാർഡ് നേടിയത് ജഗദീഷാണ്. മികച്ച പിന്നണി ഗായകനായിട്ട് മധു ബാലകൃഷ്ണനും മികച്ച പിന്നണി ഗായികയായിട്ട് വൈക്കം വിജയലക്ഷ്മിയും തിരഞ്ഞെടുക്കപ്പെട്ടു. എന്നാണ് 2024 48ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡാണ് നമ്മളിപ്പം
പഠിച്ചത്. ഇനി നോക്കിക്കേ, സംസ്ഥാനത്തിന്റെ 50ാമത്തെ ചീഫ് സെക്രട്ടറിയായി ചുമതലയേറ്റത് ആരാണ്? ഡോക്ടർ എ ജയതിലകാണ്. ഇത് PSC ചോദിച്ചത്. 2025 ഏപ്രിൽ 30 ചുമതലയേറ്റ കേരളത്തിന്റെ 50ാമത്തെ ചീഫ് സെക്രട്ടറി. നേരത്തെ നമ്മൾ പഠിക്കുന്ന പോയിന്റ്സിന്റെ കുറച്ച് എക്സ്ട്രാ ഫാക്ട്സ് കൂടെ ചേർത്താണ് PSC എന്ത് ചെയ്യുന്നത്, ചോദ്യം ചോദിച്ചത്. ഓക്കെ, 2025 ഏപ്രിൽ 30 ചുമതലയേറ്റ കേരളത്തിന്റെ 50ാമത്തെ ചീഫ് സെക്രട്ടറി. അപ്പോൾ ഇവിടെ നമ്മൾ 50ാമത്തെ ചീഫ് സെക്രട്ടറി എന്ന് പഠിച്ചുകൊണ്ട് ഡേറ്റ് മാറ്റി ചോദിച്ചാൽ നമുക്ക് കൺഫ്യൂഷൻ ഒന്നും വരത്തില്ല. 50ാമത്തെ ചീഫ് സെക്രട്ടറി ആരാണ്? ഡോക്ടർ എ ജയതിലകാണ്. ഇനി 49ാമത്തെ ചീഫ് സെക്രട്ടറി നമുക്ക് അറിഞ്ഞു വയ്ക്കുക, ആരാണ്? ശാരദാ മുരളീധരനാണ്. 48ാമത്തതോ വി വേണു. അപ്പോൾ 50ാമത്തെ എ ജയതിലക്, 49ാമത്തെ ശാരദാ മുരളീധരൻ, 48ാമത് അവരുടെ ഹസ്ബൻഡാണ് ആര്? വി വേണു എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ 50ാമത്തെ ചീഫ് സെക്രട്ടറി ആരാണ്? ഡോക്ടർ എ ജയതിലകാണ്. ഇനി നോക്കി, വൈക്കം ചന്ദ്രശേഖരൻ നായർ സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് ബൈജു ചന്ദ്രനാണ്. വൈക്കം ചന്ദ്രശേഖരൻ നായർ സാഹിത്യ പുരസ്കാരം നേടി. നോക്കി, ഇതിങ്ങനെയല്ലേ, വൈക്കം എന്ന് പറയുന്ന പോലെ തന്നെയല്ലേ അല്ലേ, നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്തിടാം. വൈക്കം 2 കെട്ടുപുള്ളി അല്ലേ. അപ്പോൾ അതേപോലെ വരുന്നൊരു പേരാണ് ഏത്? ബൈജു എന്ന് പറയുന്നത്. ബൈജു ചന്ദ്രനാണ് എന്ത് കിട്ടിയത്? വൈക്കം ചന്ദ്രശേഖരൻ നായർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ഇത് നോക്കിയേ, കാട്ടാൽ പുരസ്കാരം നേടിയത് ഒരു കഥാകൃത്താണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് ഇത് ടി പത്മനാഭൻ. ടി പത്മനാഭന് ലഭിച്ച പുരസ്കാരം ഏതാണ്? കാട്ടാൽ പുരസ്കാരമാണ്. നോക്കി, മഹാകവി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് സ്മാരക പുരസ്കാരം നേടിയത് ലഫ്റ്റനന്റ് കേണലായിട്ടുള്ള സോഫിയ ചെറിയാനാണ്. ചിലപ്പോൾ ഇവരുടെ പേര് ചോദിക്കാം, അല്ലെങ്കിൽ ഇവരുടെ ബുക്ക് ചോദിക്കാം. ബുക്കിൻ്റെ നോവലിൻ്റെ പേരെന്താണ്? സ്നോ ലോട്ടസ് എന്നാണ് ആ നോവലിൻ്റെ പേര്. അപ്പം മഹാകവി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് സ്മാരക പുരസ്കാരം നേടിയതാരാണ്? ലഫ്റ്റനന്റ് കേണൽ സോണിയ ചെറിയാനാണ്. നോവലിൻ്റെ പേര് ഏതാണ്? സ്നോ ലോട്ടസ് എന്നതാണ് നോവലിൻ്റെ പേര്. രണ്ടും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇന്ന് നോക്കിക്കേ, 23ാം നിയമ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിതനായ വ്യക്തിയാണ് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി. എത്രാമത്തെ? 23ാം നിയമ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിതനായ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരിയാണ്. 2027 വരെ ഇദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ടെന്യൂർ 2027 അവസാനിക്കുന്നത്. അപ്പം 23ാം നിയമ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിതനായതാരാണ്? ജസ്റ്റിസ് ദിനേശ് മഹേശ്വരിയാണെന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കി, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷൻ്റെ പ്രസിഡന്റായി ചുമതലയേറ്റത് SC റെൽഹാനാണ്. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷൻ്റെ പ്രസിഡന്റായിട്ട് നിയമിതനായ വ്യക്തി ആരാണ്? SC റെൽഹാനാണ്. നിയമനങ്ങൾക്കകത്ത് വേണേൽ ചോദിക്കാൻ നല്ലൊരു പോയിന്റാണ്. ഇനി നോക്കി, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. അതായത് ഫ്രെഡ് ഡാരിങ്ടൺ സാൻഡ് മാസ്റ്റർ അവാർഡ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി മാറിയത് സുദർശൻ പട്നായിക് ആണ്. സാൻഡ് മാസ്റ്റർ ആണ്. ഓക്കെ, അപ്പം ഫ്രെഡ് ഡാരിങ്ടൺ സാൻഡ് മാസ്റ്റർ അവാർഡ് നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ അത് സുദർശൻ പട്നായിക് ആണ്. ആദ്യ ഇന്ത്യക്കാരനായതുകൊണ്ട് തന്നെ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് പുരസ്കാരം? ഫ്രെഡ് ഡാരിങ്ടൺ സാൻഡ് മാസ്റ്റർ അവാർഡ് നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ അത് സുദർശൻ പട്നായിക് ആണെന്ന് ഓർത്തിരിക്കുക. നോക്കി, പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയ വ്യോമാഭ്യാസ ശക്തി പ്രകടനം എന്ന് ചോദിക്കും. അപ്പോൾ അതിൻ്റെ ഓപ്ഷനകത്ത് തീർച്ചയായിട്ടും ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടാവും. നോക്കുക, വ്യോമാഭ്യാസ ശക്തി പ്രകടനമാണെങ്കിൽ ഉത്തരം ഓപ്പറേഷൻ സിന്ദൂർ എന്നല്ല, ആക്രമൺ ആണെന്ന് ഓർത്തിരിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. ഓൾറെഡി പഹൽഗാമും ഓപ്പറേഷൻ സിന്ദൂറും ഒക്കെ 2-3 വട്ടം PSC ചോദിച്ച് കഴിഞ്ഞതാണ്. അപ്പോൾ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി ചോദിക്കാൻ പറ്റുന്ന ഒരു പോയിന്റാണ് ഏത്? പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയ വ്യോമാഭ്യാസ ശക്തി പ്രകടനത്തിൻ്റെ പേരാണ് ആക്രമൺ എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, ആണവ അന്തർവാഹിനികൾക്കും യുദ്ധക്കപ്പലുകൾക്കുമായി ഇന്ത്യയിൽ പുതിയ സബ്മറൈൻ നേവൽ ബേസ് നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? അത് വിശാഖപട്ടണത്താണ്. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്താണ് എന്ത്? ആണവ അന്തർവാഹിനികൾക്കും യുദ്ധക്കപ്പലുകൾക്കും വേണ്ടിയിട്ട് ഇന്ത്യയിൽ പുതിയൊരു സബ്മറൈൻ നേവൽ ബേസ് വരാൻ പോകുന്നത് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്താണെന്ന് ഓർത്തിരിക്കുക. ഇനി ഈ പദ്ധതിക്ക് ഒരു പേരുണ്ട്. ആ പദ്ധതിയുടെ പേരാണിത് പ്രൊജക്റ്റ് വർഷ. പ്രൊജക്റ്റ് വർഷ എന്നറിയപ്പെടുന്നത് ഈ ഒരു നമ്മുടെ നേവൽ ബേസുമായി ബന്ധപ്പെട്ട ഈ ഒരു പദ്ധതിയാണ് എന്തെന്നറിയപ്പെടുന്നത്? പ്രൊജക്റ്റ് വർഷ എന്ന് അറിയപ്പെടുന്നത്. ഇനി നോക്കിക്കേ, ലേസർ ഉപയോഗിച്ച് ശത്രുവിനെ നേരിടുന്ന സാങ്കേതിക വിദ്യ സ്വായത്തമാക്കിയ അല്ലെങ്കിൽ സ്വന്തമാക്കിയ
എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ചിലപ്പോൾ അങ്ങനെ എത്രാമത്തെ രാജ്യമാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഇതിന് മുന്നേ ഉള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം. നോക്കി, ലേസർ ഉപയോഗിച്ച് ശത്രുവിനെ നേരിടുന്ന സാങ്കേതികവിദ്യ സ്വന്തമാക്കുന്ന 4ാമത്തെ രാജ്യമായത് ഇന്ത്യയാണ്. ഇതിനു മുന്നേ ഈ ഒരു സാങ്കേതികവിദ്യ ഉപയോഗിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ US, റഷ്യ, ചൈന. നമുക്ക് ഗസ് ചെയ്യാൻ പറ്റുന്ന പേരുകളാണ്. US, റഷ്യ, ചൈന എന്നിവയാണ് നേരത്തെ ഈ സാങ്കേതികവിദ്യ കൈവശമാക്കിയ രാജ്യങ്ങളെന്ന് പറയുന്നത്. അപ്പം ലേസർ ഉപയോഗിച്ച് ശത്രുവിനെ നേരിടുന്ന സാങ്കേതികവിദ്യ സ്വന്തമാക്കുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ചൈനയ്ക്കും ശേഷമാണ് ഇന്ത്യ ഈ ഒരു സ്ഥാനത്തേക്ക് എത്തുന്നത്. ഇനി നോക്കി, മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിന് മുന്നോടിയായി ബഹിരാകാശത്ത് അയക്കുന്ന ഹ്യൂമനോയിഡ് റോബോട്ടിന്റെ പേര് ഓൾറെഡി PS നേരത്തെ ചോദിച്ചതാണ്. ഏത്? വ്യോംമിത്രയാണ്. എന്ത്? നമ്മൾ മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിന് മുന്നോടിയായി ബഹിരാകാശത്ത് അയക്കുന്ന ഹ്യൂമനോയിഡ് റോബോട്ടിന്റെ പേരാണ് വ്യോംമിത്ര എന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കിക്കേ, ISL കിരീടം നേടിയത് മോഹൻ ബഗാനാണ്. ഫൈനലിൽ ഏത് ടീമിനെയാണ് തോൽപ്പിച്ചത്? ബാംഗ്ലൂരു FCയെ തോൽപ്പിച്ചാണ് മോഹൻ ബഗാൻ കിരീടം നേടിയത്. അപ്പം ISL കിരീടം നേടിയത് മോഹൻ ബഗാനാണ്. ഫൈനലിൽ ബാംഗ്ലൂരു FCയെ തോൽപ്പിച്ചാണ് കിരീടം നേടിയതെന്ന് ഓർത്തിരിക്കുക. ഇത് നോക്കിക്കേ, ATP മാസ്റ്റേഴ്സ് 1000 ടെന്നീസ് വിജയിയാകുന്ന പ്രായമേറിയ താരം ആരാണെന്ന് ചോദിച്ചാൽ അത് രോഹൻ ബൊപ്പണ്ണയാണ്. ഓർത്തിരിക്കുക, ATP മാസ്റ്റേഴ്സ് 1000 ടെന്നീസ് വിജയിയാകുന്ന ഏറ്റവും പ്രായമേറിയ താരമാണ് ആര്? രോഹൻ ബൊപ്പണ്ണ. ഇദ്ദേഹത്തിന് 2 റെക്കോർഡ് കൂടിയുണ്ട്. അതായത് ഡബിൾസിലെ ഏറ്റവും പ്രായം കൂടിയ ഗ്രാൻഡ് സ്ലാം ജേതാവ്, ഏറ്റവും പ്രായം കൂടിയ ലോക 1ാം നമ്പർ എന്നീ നേട്ടങ്ങൾ ബൊപ്പണ്ണയ്ക്ക് സ്വന്തമാണ്. അപ്പോൾ ഡബിൾസിലെ ഏറ്റവും പ്രായം കൂടിയ ഗ്രാൻഡ് സ്ലാം ജേതാവും ഏറ്റവും പ്രായം കൂടിയ ലോക 1ാം നമ്പർ താരവും ആരാണ്? രോഹൻ ബൊപ്പണ്ണയാണ്. ഇദ്ദേഹം അടുത്തിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ടെന്നീസിൽ നിന്ന് വിരമിച്ചിട്ടുണ്ട്. അപ്പോൾ ചോദിക്കാൻ സ്പോർട്സിൽ നിന്ന് നല്ലൊരു ചോദ്യമാണത്. അടുത്തത്, ലോക വനിതാ ചെസ് ചാമ്പ്യൻ ആരാണെന്നുള്ളതാണ്. അത് ചൈനയുടെ ജു വെൻജുനാണ്. ലോക വനിതാ ചെസ് ചാമ്പ്യനായി മാറിയത് ആരാണ്? ജു വെൻജുൻ. ഏത് രാജ്യക്കാരിയാണ്? ചൈനക്കാരിയാണെന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കി, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ചാമ്പ്യന്മാരായത് ആരാണ്? അത് ലിവർപൂളാണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ചാമ്പ്യന്മാരായത് ലിവർപൂളാണ്. ഇനി നോക്കി, ലോറസ് പുരസ്കാരം നേടിയ പ്രധാനപ്പെട്ട വ്യക്തികളുടെ പേര് നമുക്ക് നോക്കാം. 1 റാഫേൽ നദാൽ. അത് നമുക്കറിയാം ഏത് കായികനാണ്? ടെന്നീസ് ആണെന്ന് നമുക്കറിയാം. അടുത്ത നോക്കി, അർമാൻഡ് ഡ്യൂപ്ലാൻസ് ഏത് കായികനുമായി ബന്ധപ്പെട്ട ആളാണ്? പോൾ വാൾട്ടുമായിട്ട് ബന്ധപ്പെട്ട ആളാണ്. അടുത്തതോ സിമോൺ ബൈൽസ് ഏതാണ്? ജിംനാസ്റ്റിക് താരമാണ്. അപ്പോൾ ഇവരുടെ പേര് പഠിക്കുന്നതിൻ്റെ കൂടെ ഇവരുടെ ഇനം കൂടി ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. അപ്പോൾ റാഫേൽ നദാൽ നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, ടെന്നീസ് ഇതിഹാസമാണ്. അർമാൻഡ് ഡ്യൂപ്ലാൻസ് ഏതാണ്? പോൾ വാൾട്ട് താരമാണ്. അതേപോലെ സിമോൺ ബൈൽസ് ജിംനാസ്റ്റിക് താരമാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇവർക്ക് 3 പേർക്കാണ് എന്ത് കിട്ടിയത്? ലോറസ് പുരസ്കാരം കിട്ടിയതെന്ന് ഓർത്തിരിക്കുക. അടുത്തത്, അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ മാർച്ചിലെ പ്ലെയർ ഓഫ് ദി മന്തായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് ആര്? ശ്രേയസ് അയ്യർ. അപ്പം കഴിഞ്ഞ വർഷം 2025 മാർച്ചിലെ പ്ലെയർ ഓഫ് ദി മന്ത് പുരസ്കാരം നേടിയ ഇന്ത്യൻ ക്രിക്കറ്റർ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ശ്രേയസ് അയ്യരാണ്. ഇനി നോക്കി, ഫിഡെ വനിതാ ഗ്രാൻഡ് പ്രീ ചെസ്സിൽ കിരീടം നേടിയ ഇന്ത്യക്കാരി ആരാണ്? കൊനേരു ഹംപിയാണ്. ഫിഡെ വനിതാ ഗ്രാൻഡ് പ്രീ ചെസ്സിൽ കിരീടം നേടിയത് ഇന്ത്യക്കാരിയായ കൊനേരു ഹംപിയാണെന്ന് ഓർത്തിരിക്കാം. ഇനി നോക്കി, അടുത്ത നമുക്ക് നോക്കാനുള്ളത് വിയോഗങ്ങളാണ്. പ്രധാനപ്പെട്ട ഒരു വിയോഗമുണ്ട്, നമുക്ക് കുറച്ച് പഠിക്കാനുള്ളതാണ്. നോക്കി, അന്തരിച്ച പ്രമുഖ ബഹിരാകാശ ശാസ്ത്രജ്ഞനും 1994 മുതൽ 2003 വരെ ISRO ചെയർമാനുമായിരുന്ന വ്യക്തി അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ഡോക്ടർ K. കസ്തൂരി രംഗൻ എന്നാണ്. അപ്പോൾ ഇദ്ദേഹം ജസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാം നമ്മുടെ അടുത്ത് വേണമെങ്കിൽ. ഇദ്ദേഹം ഏത് വർഷം തൊട്ട് ഏത് വർഷം വരെയാണ് ISROയുടെ ചെയർമാൻ ആയിരുന്നതെന്ന് ചോദിക്കുക. ഏത് വർഷം തൊട്ടാണ്? 1994 to 2003 വരെ, 1994 മുതൽ 2003 വരെ ISROയുടെ ചെയർമാൻ ആയിരുന്ന വ്യക്തിയാണ് ഡോക്ടർ K. കസ്തൂരി രംഗൻ. ഇനി നോക്കിക്കേ, ഇദ്ദേഹത്തിന് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പുരസ്കാരം ലഭിച്ച ഓർഡർ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ പത്മശ്രീ ലഭിച്ചത് 1982 പത്മഭൂഷൺ ലഭിച്ചത് 1992 2000 പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തിരിച്ചെന്താ കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് PSC ബുള്ളറ്റിൽ അതുപോലെ കൊടുത്തിട്ടുണ്ട്. അതായത് 2000 അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചത് എന്നുള്ളത് PSC ബുള്ളറ്റിൻ കൊടുത്ത പോയിന്റാണ്. ഇത് നമ്മൾ ജസ്റ്റ് ആഡ് ഓൺ ആയിട്ട് ചേർത്ത പോയിന്റാണ്. ഇനി നോക്കിക്കേ, ഇദ്ദേഹത്തിന് ഈ പുരസ്കാരം കിട്ടിയ വർഷങ്ങളെല്ലാം 2 ഉണ്ട്. അതായത് ഒന്ന് 82 പത്മശ്രീ കിട്ടുന്നത്. ആദ്യം കിട്ടിയത് പത്മശ്രീയാണ്. പത്മശ്രീ 82 കിട്ടി. പത്മഭൂഷൺ ആണ് പിന്നീട് കിട്ടിയത്, അത് 92 കിട്ടി. പിന്നെ
പത്മവിഭൂഷൺ എന്നാണ് കിട്ടിയത്? അത് 2000 കിട്ടി. അപ്പം ഇങ്ങനെ 2 വെച്ച് കണക്ട് ചെയ്യുക. പത്മശ്രീ ആണ് ആദ്യം കിട്ടിയത്, പിന്നെ പത്മഭൂഷൺ കിട്ടി, അതിനുശേഷം പത്മവിഭൂഷൺ കിട്ടിയെന്ന് ഓർത്തിരിക്കുക. 82, 92, 2000 ഇങ്ങനെ ഇത് ഓർത്തിരിക്കുക. ഇത് PSC കൊടുത്ത പോയിന്റ് ആയതുകൊണ്ടാണ് തിരിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2000 അദ്ദേഹത്തിന് എന്ത് കിട്ടിയത്? പത്മവിഭൂഷൺ കിട്ടിയതെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്തിടുക. വർഷം മാറിപ്പോരുത്. എല്ലാം അവസാനിക്കുന്ന 2 പത്മവിഭൂഷൺ മാത്രം തുടങ്ങുന്നത് എന്നാണ് 2 2000 ഓർത്തിരിക്കുക. അപ്പോൾ 1994 മുതൽ 2003 വരെ ISROയുടെ ചെയർമാനായിരുന്ന വ്യക്തിയായിരുന്നു ആര്? ഡോക്ടർ കെ കസ്തൂരിരംഗൻ. ഇനി നോക്കിയേ, അടുത്തത് ഓൾറെഡി ഈ ഒരു വിയോഗം PSC പ്രീവിയസ് ആയിട്ട് ചോദിച്ചതാണ്. അന്തരിച്ച പ്രശസ്ത കഥക് നർത്തകിയും നൃത്ത സംവിധായകയുമായ വ്യക്തി ആരാണെന്ന് ചോദിച്ചത്. അവരുടെ ഏത് മേഖലയാണെന്നാണ് PSC ചോദിച്ചത്. ഏതാണ്? കുമുദിനി ലാഖിയാണ് ആ വ്യക്തി. അപ്പോൾ നോക്കിയേ, ചോദ്യം വന്നത് എങ്ങനെയാണ്? 2025 പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹയായ കുമുദിനി രജനീകാന്ത് ലഖിയ ഏതു മേഖലയിലാണ് പ്രശസ്തി ആർജിച്ചത് എന്നാണ് ചോദ്യം വന്നത്. അപ്പം നോക്കിയേ, ഏത് മേഖലയിലാണ്? പോയിന്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. കഥക് നൃത്തവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ആര്? കുമുദിനി ലാഖിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പക്ഷേ കഥക് എന്നല്ല, നൃത്തം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, അന്തരിച്ച പ്രശസ്ത കഥക് നർത്തകിയും നൃത്ത സംവിധായകയുമായ വ്യക്തിയാണ് കുമുദിനി ലാഖിയ. 2025 പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹയായ വ്യക്തിയാണ് ഇവരുടെ മേഖല ഏതാണ്? കഥക് നൃത്തവുമായി ബന്ധപ്പെട്ട അല്ലെ കഥക് നർത്തകിയാണ് ആര്? കുമുദിനി ലാഖിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഏതാണ്? നൃത്തവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ആര്? കുമുദിനി എന്ന് ഓർത്തിരിക്കുക. അടുത്ത് നോക്കിയേ, അന്തരിച്ച മലയാള സിനിമയെ ലോക തിരശീലയിൽ എത്തിച്ച പ്രശസ്ത ചലച്ചിത്രകാരനാരാണ്? അത് ഷാജി എൻ കരുണാണ്. ഷാജി എൻ കരുണാണ് എന്ത്? മലയാള സിനിമയെ ലോക തിരശീലയിൽ എത്തിച്ച അടുത്തിടെ അന്തരിച്ച പ്രമുഖനായ വ്യക്തി. അപ്പോൾ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് കുറേ എക്സ്ട്രാ പോയിന്റ്സുകൾ ഉണ്ട്. അപ്പോൾ നമ്മൾ PSC ബുള്ളറ്റിൻ്റെ മാത്രം പോയിന്റ്സ് പഠിക്കുന്നത് കൊണ്ടാണ് ഒരുപാട് പോയിന്റ്സ് ഇതിനകത്ത് ആഡ് ചെയ്യാഞ്ഞത്. അപ്പം നിലവിൽ അദ്ദേഹം ഇരുന്ന ഒരു പദവിയായിരുന്നു ഏത്? സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ചെയർമാനായിരുന്ന വ്യക്തിയാണ്. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ചെയർമാനായിരുന്ന വ്യക്തി ആരാണ്? ഷാജി എൻ കരുണാണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെക്കുറിച്ചും അത് ഇറങ്ങിയ വർഷങ്ങളെക്കുറിച്ചും ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാൻ നല്ലൊരു ചോദ്യമാണത്. ഇനി നോക്കിക്കേ, കാലം ചെയ്ത ആഗോള കത്തോലിക്ക സഭയുടെ 266 മാർപ്പാപ്പയാണ് ആര്? ഫ്രാൻസിസ് മാർപ്പാപ്പ. ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് കാലം ചെയ്ത ആഗോള കത്തോലിക്ക സഭയുടെ 266 മാർപ്പാപ്പയായിരുന്നു ആര്? ഫ്രാൻസിസ് മാർപ്പാപ്പ. നോക്കിയേ, ഹോർഗെ മാരിയോ ബെർഗോഗ്ലിയെ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഹോർഗെ മാരിയോ ബെർഗോഗ്ലിയെ എന്നതാണ് അദ്ദേഹത്തിൻ്റെ ശരിയായിട്ടുള്ള പേര്. അല്ലാതെ നമ്മൾ കോമൺ ആയിട്ട് പറയും എന്തെന്ന് പറയും? ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് പറയും. അപ്പോൾ ഇദ്ദേഹം 266 മാർപ്പാപ്പയാണെന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കി, അന്തരിച്ച തെലങ്കാനയുടെ വൃക്ഷ മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. അന്തരിച്ച തെലങ്കാനയുടെ വൃക്ഷ മനുഷ്യൻ എന്നറിയപ്പെട്ട വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് ദാരിപ്പള്ളി രാമയ്യയാണ്. ദാരിപ്പള്ളി രാമയ്യയാണ്, മറന്നു പോകരുത്. തെലങ്കാന സംസ്ഥാനത്തിൻ്റെ വൃക്ഷ മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? ദാരിപ്പള്ളി രാമയ്യ. ഓക്കെ, അടുത്ത നോക്കി, അന്തരിച്ച ഡോക്ടർ MGS നാരായൺ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? MGS നാരായൺ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദ്യമുണ്ട്. ഏത് മേഖലയാണ്? ഇദ്ദേഹം ഒരു അന്താരാഷ്ട്ര ചരിത്രകാരനാണ്. അന്താരാഷ്ട്ര ചരിത്രകാരനാണ്. നേരത്തെ ചോദ്യം നമ്മൾ കണ്ടതാണ്, കുമുദിനി ചോദിച്ചത്. അപ്പം അതേപോലെ തന്നെ ചോദിക്കാം, ഏത് മേഖലയുമായി ബന്ധപ്പെട്ടു എന്നാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഈ വിയോഗങ്ങളിൽ വരുന്ന ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യങ്ങളും വരുന്നത് ഇവർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ MGS നാരായൺ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അന്താരാഷ്ട്ര ചരിത്രകാരനാണ് ഇദ്ദേഹം എന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കിയേ, അന്തരിച്ച ഇന്ത്യൻ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രശസ്ത ഹൃദയ ചികിത്സാ വിദഗ്ധനാണ് ആര്? ഡോക്ടർ മാത്യു സാമുവൽ കളരിക്കൽ. ആരാണ്? ഇന്ത്യൻ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവെന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ ഒരു വിശേഷണം ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് ഇദ്ദേഹം ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? ഡോക്ടർ മാത്യു സാമുവൽ കളരിക്കൽ എന്ന് പറയുന്നത്. അദ്ദേഹം അടുത്തിടെ അന്തരിച്ചു. അപ്പോൾ ഇദ്ദേഹം വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണെന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കി, അന്തരിച്ച ഡോക്ടർ രഞ്ജിത്ത് നായർ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? രഞ്ജിത്ത് നായർ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹം പ്രമുഖ ഭൗതിക ശാസ്ത്രജ്ഞനാണ്. പ്രമുഖ
ഭൗതിക ശാസ്ത്രജ്ഞനാണ് ആര്? ഡോക്ടർ രഞ്ജിത്ത് നായർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡോക്ടർ ഉള്ളതുകൊണ്ട് തന്നെ എന്തായാലും മെഡിസിൻ വൈദ്യവുമായി ബന്ധപ്പെട്ട ഒരു ഓപ്ഷൻ അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ നോക്കുക, ഇദ്ദേഹം പ്രമുഖ ഭൗതിക ശാസ്ത്രജ്ഞനാണെന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കിയേ, അന്തരിച്ച ലോക പ്രശസ്ത പെറൂവിയൻ സാഹിത്യകാരൻ്റെ പേരാണ് മാരിയോ വർഗാസ് യോസ. മാരിയോ വർഗാസ് യോസ ആരാണ്? സാഹിത്യകാരനാണ്, പെറുവിയൻ സാഹിത്യകാരനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2010 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ വർഗാസ് യോസ. മാരിയോ വർഗാസ് യോസയ്ക്ക് 2010 സാഹിത്യത്തിനുള്ള നൊബേൽ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം അടുത്തിടെ അന്തരിച്ചു. അപ്പോൾ ഇദ്ദേഹം ഒരു പെറൂവിയൻ സാഹിത്യകാരനാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് മെയ് 1 എഡിഷനിൽ പഠിക്കാനുള്ള PSC ബുള്ളറ്റിലെ പോയിന്റ്സ് എന്ന് പറയുന്നത്. കുറച്ച് പോയിന്റ്സ് ഓൾറെഡി PSC പ്രീവിയസ് ആയിട്ട് ചോദിച്ചതാണ്. ബാക്കിയുള്ള പോയിന്റ്സ് അത്യാവശ്യം ചോദിക്കാൻ നല്ല പോയിന്റ്സുകളാണ്. അപ്പോൾ ഇതുവരെ ആ ഒരു സീരീസ് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക, ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എന്തായാലും ചോദ്യം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷനുമായിട്ട് കാണാം. താങ്ക്